ഹലോ ഫ്രണ്ട്സ്, മൈലി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുദിനം വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് തലവേദന സൃഷ്ടിക്കാത്ത വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ കറണ്ട് ബില്ല് കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നാം ഇലക്ട്രീഷ്യന് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അതോ BLDC ഫാൻ അങ്ങ് വാങ്ങിയാൽ മതിയോ? എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് പലപ്പോഴും പല വീടിനും പല വിധമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വയറിംഗ് തകരാറുകളുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് എങ്ങനെയും കറണ്ട് ബില്ല് നമുക്ക് കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ പോകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ലിൽ 1 രൂപയെങ്കിലും കുറയ്ക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ മെറ്റീരിയലുകളും പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഉപയോഗയോഗ്യമായിട്ടുള്ളതും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളും നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അത് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. ഒപ്പം ഈ പറഞ്ഞ സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിഡ്ജ് കൂടി ഒരു 4 മണിക്കൂർ അൺപ്ലഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അൺപ്ലഗ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, 4 മണിക്കൂർ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് മാത്രമല്ല, ചില വീടുകളിൽ ഈ വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇൻവെർട്ടർ പ്രവർത്തിക്കാറുണ്ടായിരിക്കാം. അത് 2 kV ആയിരിക്കാം, 3 kV ആയിരിക്കാം, 1 kV ആയിരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ രാത്രി സമയങ്ങളിൽ ഈ പീക്ക് അവേഴ്സിൽ നിങ്ങൾ അത്യാവശ്യം ലൈറ്റും ഫാനുകളൊക്കെ ഇടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കറണ്ട് കൂടുതൽ എടുക്കുകയും ചെയ്യും. ഇൻവെർട്ടർ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ബാറ്ററിയിലെ ചാർജ് തീരുന്നതിനനുസരിച്ച് ഇൻവെർട്ടർ പിന്നെയും കട്ട് ഓഫ് ടൈമിംഗ് മാറിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു ബൈപ്പാസ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ട് ആ സമയത്ത് KCB ത്രൂ ആക്കുന്ന രീതിയിൽ ഒരു ജോലി ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇൻവെർട്ടറിൻ്റെ ആൾക്കാർ പറയും എപ്പോഴും ഇൻവെർട്ടർ ഓണാക്കി വെക്കണം എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. ഞാനിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു ഉപകരണം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കറണ്ടിൻ്റെ അളവ് വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് 1000 വാട്ട്സ് ആണെന്ന് വിചാരിക്കുക. മോട്ടറിൻ്റെ അല്ല, എന്നാലും മോട്ടറിൻ്റെ ആണെന്ന് വിചാരിക്കുക. ഈ 1000 വാട്ട്സ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു ലൈൻ വോൾട്ടേജ് 240 വോൾട്ടേജിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ വാട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് എത്ര കറണ്ട് വേണമോ അത്രയും കറണ്ടാണ് നമ്മുടെ ലൈനിൽ നിന്ന് എടുക്കുന്നത്. 1000 വാട്ട്സ് ഉള്ള ഒരു മോട്ടോർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.16 ആംപിയർ കറണ്ടാണ്. അത് 240 വോൾട്ടേജ് വീട്ടിൽ ഉള്ള ടൈമിൽ. അതേസമയം 200 വോൾട്ടേജ് ഉള്ള ടൈമിലാണ് 1000 വാട്ട്സ് പ്രവർത്തിപ്പിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരുന്ന കറണ്ട് അത് 5 ആംപിയർ കറണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് കറണ്ട് അധികമായിട്ട് എടുക്കും. അതുകൊണ്ട് വോൾട്ടേജ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നതും ശ്രമിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഉത്സവമൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വൈദ്യുതി സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം. വീട്ടിൽ എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വീട്ടിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. നാം നിത്യം ഉപയോഗിക്കുന്ന ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഏതെങ്കിലും കംപ്ലൈൻറ്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട്, നമ്മളുടെ വീട്ടിലെ കറണ്ട് ബില്ല് അധികമായിട്ട് വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ വീട്ടിലെ കറണ്ട് ചോർന്നാൽ മാത്രമേ അങ്ങനെ വരൂ എന്നുള്ള കാര്യം കൂടി ഞാൻ കൂട്ടുകാരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിപ്പോൾ ഇന്നത് എന്ന് ഒന്നില്ല. ഫാന്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ, എന്ത് വേണോ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ RCCB പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില വീടുകളിൽ, അത്യാവശ്യം പഴയ വയറിംഗ് ഒക്കെ നിലനിർത്തി വെച്ചിട്ടുള്ള വീടുകളിൽ RCCB ഒന്നും മിക്കവാറും കാണില്ല. അതുപോലെ തന്നെ ചില കൂട്ടുകാർ വന്നിട്ട് പഴയ വീടാണെന്നുണ്ടെങ്കിൽ RCCB നിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു ധാരണയിൽ RCCB പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുകൂടി ചിലപ്പോൾ അവർ ചിന്തിക്കാം. കാരണം ഒരു റീവയറിങ്ങിന് പറ്റിയിട്ടുള്ള സാമ്പത്തിക സോഴ്സ് ഉള്ള വീട്ടുകാരായിരിക്കില്ല അവർ. അപ്പോൾ അവരോട് പറയും RCCB വയ്ക്കാനുള്ള ഒരു പരിമിതി കുറവുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, സാങ്കേതികപരമായിട്ട് RCCB നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വയറിങ്ങിൽ തകരാറൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും പാടില്ല.
അതിനുശേഷമാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ പഴയ വയറിംഗ് ആണെന്നുണ്ടെങ്കിൽ പുതിയ വയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി, ഇലക്ട്രീഷ്യൻ ആകാം, വയർമാൻ ആകാം, സൂപ്പർവൈസർ ആകാം, C ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ കണ്ടേ മതിയാവും. അതിനകത്ത് നിങ്ങളായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള കളി അല്പം ബുദ്ധിമുട്ട് പല സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. നമ്മളൊരു 500 രൂപ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ല നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങൾ അതിലേക്ക് നിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. കാരണം വീട്ടിലെ മീറ്റർ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോക്കറ്റിലിരിക്കുന്ന കാശ് ചോദിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അറിയില്ല. അതുപോലെ തന്നെയാണ് ചില ദിവസങ്ങളിൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഫീസ് പോകാറുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അടുക്കളയിൽ നിന്ന് ഒരു പിച്ചാത്തിയൊക്കെ എടുത്തിട്ട് പതിയെ പോയിട്ട് എന്ത് ചെയ്യും, ഈ ഫ്യൂസൊക്കെ അങ്ങോട്ട് എടുത്ത് വയറൊക്കെ കെട്ടിയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ഫ്യൂസ് ഇങ്ങനെ കെട്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള അവിടെ ഒരു വയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങളുടെയോ പ്രശ്നം ഉണ്ടായിരിക്കാം. ഓരോ ഫ്യൂസ് പോകുന്ന സമയത്തും ഓരോ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ തവണയും നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ടിനേക്കാൾ ഒരു 1500ഓളം ഇരട്ടി കറണ്ട് ഓരോ തവണ ഇങ്ങനെ ഫ്യൂസ് പോകുമ്പോഴത്തേക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ഫ്യൂസ് പോകുന്ന ഓരോ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഫ്യൂസ്, ന്യൂട്രൽ ലിങ്ക്, അതുപോലെ തന്നെ DB വെച്ചിട്ടുള്ള MCB, RCCB, അതുപോലെ വീട്ടിലെ ഇലക്ട്രിക്കൽ സ്വിച്ച് ആയാലും പ്ലഗ് ആയാലും ഇവയുടെ തകരാറ് മൂലവും നിങ്ങൾക്ക് ചിലപ്പോൾ കറണ്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് കോൺടാക്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ലൂസ് കോൺടാക്റ്റിനെ കറണ്ട് ബില്ല് കൂട്ടാനുള്ള ഒരുപാട് കഴിയും. അപ്പോൾ ലൂസ് കോൺടാക്ട് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജോലിയും കൂടി നിങ്ങൾ മുൻകരുതലായിട്ട് എടുത്തേ മതിയാകും. അപ്പോൾ അതുകൂടി നിങ്ങൾ അവരെ കൊണ്ടൊന്ന് ഉറപ്പുവരുത്തിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഴിയും. അതുപോലെ തന്നെ കറണ്ട് ബില്ല് കൂടാനുള്ള മറ്റൊരു കാരണം വിലക്കുറവ് നോക്കി പല വീട്ടുകാരും അല്ലെങ്കിൽ ചില കോൺട്രാക്ടേഴ്സൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ തമിഴ്നാട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം. ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഡീലറെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറയാറുണ്ട്. രണ്ട് മിക്സ് ചെയ്ത് അവിടെ നിന്ന് വരാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ നിന്ന് ഫുള്ള് നിങ്ങൾ മേടിക്കേണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ അത് ലൂസ് കോൺടാക്റ്റും അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കുറയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കറണ്ട് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇടയ്ക്ക് നമ്മളൊരു വീട്ടിൽ ഇങ്ങനെ കറണ്ടിന്റെ പ്രശ്നം കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അകത്ത് വെച്ചിട്ടുള്ള എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ സാധനം ഒക്കെ ആയിരുന്നു. MCB ആയാലും RCCB ആയാലും. ഞാനൊരു കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കാത്ത പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. വിപണിയിൽ ലഭ്യമായിട്ടുള്ള നല്ല സാധനങ്ങളോ കമ്പനികളെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർക്കത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന 32 ആംസിന്റെ ഫ്യൂസ് കാരിയർ രണ്ടും വീക്കായിരുന്നു. രണ്ടും നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാത്തൻ കമ്പനിയുടെ ഫ്യൂസ് കാരിയറുമാണ് ഇരുന്നത്. ഇത് മൂലം അവിടെ കണക്ട് ചെയ്തിരുന്ന ആ വയറിന്റെ ഭാഗത്ത് ഒരു ലൂസ് കോൺടാക്ട് വരികയും ലൂസ് കോൺടാക്ട് വന്നതുകൊണ്ടാകാനാണ് സാധ്യത. കാര്യം അത് ഷോർട്ടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു വയർ ഈ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത്. മറ്റേ സ്ഥലത്ത് അങ്ങനെ മറുഭാഗത്ത് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിന്റെ രണ്ട് ടെർമിനലുകളും ദ്രവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ഷോർട്ട് ആയിട്ടോ ലൂസ് കോൺടാക്ട് ആയിട്ടോ ടെർമിനൽ ദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് ദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ശരിയായിട്ടുള്ള കറണ്ട് അതുവഴി പാസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടി നന്നായിട്ട് കറണ്ട് പോകില്ല, ഈ വയർ നന്നായിട്ട് ചൂടാവും. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്ത് ഈ പ്രശ്നം ഒരു RCCBക്കായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ഈ ലൂസ് കോൺടാക്റ്റ് ഒക്കെ തന്നെ നമ്മുടെ DB സ്വിച്ച് ബോർഡുകളിലൊക്കെ വരുമ്പോഴത്തേക്കും കറണ്ട് ബില്ലൊക്കെ കൂടും. പക്ഷെ നമ്മുടെ RCCB വർക്കായാലും അത് ട്രിപ്പാവും എന്ന് നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട. അത് ട്രിപ്പാവാൻ സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓർമ്മയിൽ വയ്ക്കുക. ഒരു കാരണവശാലും നമ്മൾ ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്ക് മേടിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. നല്ല പ്രോഡക്റ്റുകൾ തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയ ഇടിമിന്നൽ സമയത്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ RCCB ട്രിപ്പ് ആകുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ RCCB ട്രിപ്പ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരളവിൽ കറണ്ട് ചോർച്ച നടക്കുന്നുണ്ട് എന്നാണ്. ഒരു കാര്യം ഉറപ്പു തരാം, നിങ്ങളുടെ വീട്ടിൽ RCCB പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ചെറിയ മിന്നൽ സമയത്തിന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നു കൂടി അനുമാനിക്കാം.
പക്ഷെ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCCB ട്രിപ്പ് ആവുന്നത് 30 മില്ലി ആംപിയർ കറണ്ട് ലീക്കേജ് എക്സീഡ് ചെയ്യുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഈ 30 മില്ലി ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 വാട്ട്സ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 25 മില്ലി ആംപിയർ കറണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ 5 വാട്ട്സ് എന്ന് പറയാനുള്ള കാര്യം നമുക്കൊരു 5 വാട്ട്സിൻ്റെ ബൾബിനെ കമ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 വാട്ട്സ് ബൾബാണ്, ബൾബിനേക്കാൾ കൂടുതൽ കറണ്ട് ഈ നമ്മുടെ RCCB വഴി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒപ്പാകും. അല്ലെങ്കിൽ RCCBയിലെ വേരിയേഷൻ മുഖേന 5 വാട്ട്സിൻ്റെ കറണ്ടിനുള്ള വ്യത്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ RCCB ട്രിപ്പാകും. സാധാരണ RCCB ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി കടന്നു പോകുന്ന ഫേസ് ചെന്ന് ഒരു ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് RCCB കടന്നു പോകുന്ന ഫേസ് ന്യൂട്രലിൻ്റെ പാത വഴി തിരികെ വന്ന് RCCBയുടെ ന്യൂട്രൽ ലിങ്കിൽ വന്ന് കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു മെഷർമെൻറ്റ്, ആ ഒരു കണക്ക് ഒരേപോലെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ RCCB ട്രിപ്പ് ആവില്ല. അതേസമയം RCCB വഴി കടന്നു പോകുന്ന ഫേസ് ഒരു ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുകയും അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് ലീക്കേജ് ഈ വയറിലോ മറ്റു സ്ഥലങ്ങളിലോ വരികയാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ ക്വാണ്ടിറ്റിയിലുള്ള ലൈൻ വഴി അതേ ക്വാണ്ടിറ്റിയിൽ ഫേസ് വരാതിരിക്കുമ്പോഴത്തേക്കും RCCB ട്രിപ്പ് ആവും. നിങ്ങൾക്ക് തന്നെ അത് സ്വയം ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു ടെസ്റ്റ് ലാമ്പ് എടുക്കുക, 5 വാട്ട്സിൻ്റെ ബൾബ് ടെസ്റ്റ് ലാമ്പിൽ ഹോൾഡ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും പ്ലഗ് പോയി ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ന്യൂട്രൽ പോൾ, ലെഫ്റ്റ് സൈഡിലുള്ള പോളും റൈറ്റ് സൈഡിലുള്ള പോളും ആണ് ന്യൂട്രൽ ഫേസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ന്യൂട്രൽ എർത്ത് 2 ടെർമിനലുകളിലും കോൺടാക്ട് ചെയ്യിപ്പിക്കുമ്പോഴേക്കും 5 വാട്ട്സിൻ്റെ നിങ്ങളുടെ ബൾബ് പ്രവർത്തിക്കും. RCCB ട്രിപ്പ് ആവും. എന്നാൽ RCCB ട്രിപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ചോർച്ച ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും ചെക്ക് ചെയ്യാം. 2 സമയത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അത് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഒരു കറണ്ട് ലീക്കേജ് എല്ലാ വീടുകളിലും സംഭവിക്കാറുണ്ട്. എന്നാൽ ഒരു ഉപകരണം പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ലീക്കേജ് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വയറിങ്ങിൽ പ്രശ്നമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ കാണിച്ചതില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ പല വീടുകളിലും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള വീട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊന്ന്, പുതിയ കുട്ടികളാണ് വന്ന് ജോലി ചെയ്തത്, അവരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിച്ചത്, അതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം വന്നതെന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിലെല്ലാം പുതിയ കുട്ടികളൊക്കെ വന്നിട്ട് അറിവൊക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരിക്കലും വീട്ടുകാരെ അത് ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നടത്തി അവർ നന്നായിട്ട് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ഈ പ്രധാനപ്പെട്ട ജോലികൾക്ക് നിയമിക്കണം, അവരെ വിനിയോഗിക്കണം, അവരെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം വീട്ടുകാരോടും പറയാനുള്ളത്, ഇന്നത്തെ പുതിയ കുട്ടികൾ തന്നെയാണ് നാളെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരായിട്ടൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്നാലും കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. പുതിയതായിട്ട് മേഖലയിൽ കടന്നു വരുന്ന ആൾക്കാർ ഒരുപക്ഷെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള വയറിംഗ് കംപ്ലീഷന് ശേഷം ഒരു വീട്ടിൽ അവർക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ട അനിവാര്യമായിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, എർത്ത് ടെസ്റ്റിങ്, അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. മെഗാ ടെസ്റ്റിംഗ്, RCCB ടെസ്റ്റിങ്, ഇവയെല്ലാം നിങ്ങൾ ചെയ്ത് ബോധ്യം വരുത്തിയിട്ട് വേണം നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾ വീട്ടുകാരനെ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഇതുകൂടി വിവിധ ഘട്ടത്തിൽ കറണ്ട് ബില്ലിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം 100% ശരിയാണ്. അതുപോലെ തന്നെ പുതിയ വീട്ടിലായാലും പഴയ വീട്ടിലായാലും സാധാരണയായിട്ട് നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ലിനേക്കാൾ അധികമായിട്ട്, അതായത് 500 രൂപ വരുന്നിടത്ത് 1000, 1500, അങ്ങനെ നിങ്ങൾക്ക് പതിവിലും ബില്ലിനെ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് അത് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മീറ്ററിൽ തന്നെ സ്വയം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു അളവ് വരെ കണ്ടുപിടിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ മീറ്റർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മീറ്ററിൽ ഒരു ആംബിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. നമ്മളിങ്ങനെ അതിൻ്റെ പുഷ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആംബിയർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അപ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഓരോ ഉപകരണങ്ങൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചതിന് ശേഷം എത്ര ആംബിയർ എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ മെഷർമെൻറ്റ് നോട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കറണ്ട് അധികമായിട്ട് വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ വയർമാനെ തന്നെ വിളിക്കുക തന്നെ വേണം. അതായത് നിങ്ങൾക്ക് സ്വയം നോക്കി ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മോട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മീറ്ററിനകത്ത് ഒരു ചുവന്ന ലൈറ്റ് ഇങ്ങനെ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും, പൾസ് എന്ന് പറയും.
നിങ്ങൾ മോട്ടോർ ഓഫ് ചെയ്യുന്നു, വീട്ടിലെ ലൈറ്റ്, ഫാന് ഇവയൊക്കെ ഒന്നോ രണ്ടോ ലൈറ്റ്, ഫാന് ഇവ മാത്രം ഇടുന്ന സമയത്തും നിങ്ങളുടെ വീട്ടിലെ മീറ്റർ ഓവറായിട്ട് പൾസ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ മീറ്റർ കംപ്ലൈൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഒരു ഫാന് കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ മറ്റു ഏതെങ്കിലും സാധനം കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം, ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാം. ഈ പൾസ് അടിക്കുന്നതിനോടൊപ്പം തന്നെ മീറ്ററിനകത്ത് ഒരു ആംബിയർ AP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് വേരിയേഷൻസ് അറിയാം. അപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീപ്പായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അറിവുള്ള ആൾക്കാരെ കുറച്ചൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും നിങ്ങൾ മറ്റു വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രീഷ്യനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവരെ വിളിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭവന നിർമ്മാണ സമയത്ത് വീട്ടിൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള പെയിന്റുകളെല്ലാം നമ്മളുടെ യഥേഷ്ടം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റ് പെയിന്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് മതിയായ വെന്റിലേഷൻ ലഭിക്കുകയും ഇലുമിനേഷൻ ലഭിക്കുകയും പ്രകാശം ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ടൈൽസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ടൈൽസ് കൂടി നിങ്ങൾക്ക് അത്യാവശ്യം ലൈറ്റ് കളർ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പകൽ സമയത്ത് നിങ്ങൾക്ക് ലൈറ്റ് ഇടേണ്ടി വരില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള ചുവരുകൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. കാര്യം ഇഷ്ടം നിങ്ങളുടേതാണ്, നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് കറണ്ട് ബില്ല് കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റിൻ്റെ ആവശ്യം പോലും വരില്ല. ഇനി അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില വീടുകളിലെങ്കിലും കറണ്ട് ബില്ലിനെ കുറിച്ച് വിങ്ങലടിക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് പോകുന്ന പതിവ് വളരെ അധികമാണ്. ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് ഈ ജലം നഷ്ടപ്പെടുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വീട്ടിലെ ജലമാണ് നഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പമ്പ് പ്രവർത്തിച്ചിട്ടാണ് നിങ്ങളുടെ വീട്ടിലെ ജലം നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ പിന്നെയും പോവുകയാണ്. കാര്യം കറണ്ടാണ് ഈ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും, ഒപ്പം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസയും നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവണത ഒഴിവാക്കുക. എന്നാൽ സ്ഥിരം TV സീരിയലിൽ കാണുന്ന സ്വഭാവത്തിന് അടിമപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാശ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വളരെ അധികം കാശൊന്നും ആകത്തില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പമ്പ് ഓട്ടോമേഷൻ ഡിവൈസ് നിങ്ങൾക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഈ പമ്പ് ഓട്ടോമേഷൻ വാങ്ങി വയ്ക്കുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമില്ല ഉള്ള ടൈമിൽ നിങ്ങൾ പോയി ഓൺ ചെയ്യണമെന്നില്ല. ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടാങ്കിലെ ജലത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാം. പകുതി ആകുമ്പോഴത്തേക്കും മോട്ടർ പ്രവർത്തിക്കുന്ന രീതിയിൽ വയ്ക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്വാർട്ടർ ലെവലിലേക്ക് ആകുമ്പോഴത്തേക്കും മോട്ടർ പ്രവർത്തിപ്പിച്ച് ടാങ്ക് നിറച്ച് തനിയെ തന്നെ ഓഫാക്കുന്ന ജോലിയെല്ലാം ഇവൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ചില വീട്ടിലെ കുട്ടികൾ അവരുടെ സ്റ്റഡി റൂം അല്ലെങ്കിൽ അവർ അങ്ങനെ ഇടപഴകുന്ന അവരുടെ റൂമിലെല്ലാം ലൈറ്റ്, ഫാൻ ഇവയൊക്കെ ഇട്ടിട്ട് തന്നെ പോകാറുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിപണിയിൽ ലഭ്യമാവുന്ന മറ്റൊരു ഓട്ടോമേഷൻ ഡിവൈസ് ഉണ്ട്, PIR മോഷൻ സെൻസർ. ഈ ഡിവൈസ് ഒരു 1200 വാട്ട്സ് വരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് അതുകൂടി ചൂസ് ചെയ്യാം. ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പുറകെ പോയാൽ മതി. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഞാനൊന്നുകൂടി നിങ്ങളോട് പറയണം. മറ്റൊന്ന്, ചില വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ലൈറ്റ് ഓണാക്കിയിട്ടേക്കും, പുറത്തെ ലൈറ്റുകൾ അറിയില്ല ഓണായിരിക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടൈമറുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ ലൈറ്റുകളുണ്ട്, ഡേ നൈറ്റ് സെൻസർ ലൈറ്റുകളാണ്, മോഷൻ സെൻസറായിട്ട് വരുന്ന ആ ബൾബുകളെല്ലാം ഉപയോഗിക്കാം. ആ ബൾബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മാത്രം ഇത് കത്തിക്കിടക്കും. ചില ലൈറ്റുകൾ മോഷൻ സെൻസറാണ്, ചിലത് അങ്ങനെയല്ല. അതായത് നമ്മുടെ സൂര്യപ്രകാശം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അവൻ കത്തത്തില്ല. ചില ലൈറ്റുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഉള്ള ടൈമിലും ആൾക്കാർ നടന്നു പോയാൽ കത്തും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് നിങ്ങളത് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീട് നിർമ്മിച്ചിട്ട്
ബാക്കി ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ എല്ലാ ഫാനുകളും BLDC ഫാന് തന്നെ വാങ്ങണം. ചെറിയ ഒരു എമൗണ്ട് അധികം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് കറണ്ട് ബില്ല് കുറവ് ചെയ്ത് നിങ്ങൾക്ക് ആ പൈസ തിരികെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോലി BLDC ഫാനുകൾ ചെയ്യും. ഗ്യാരണ്ടിയൊക്കെ 3+ ഒക്കെ ഉണ്ട്. 3 വർഷത്തിന് മേളിലൊക്കെ ഗ്യാരണ്ടി നൽകുന്ന ഫാനുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. ഒപ്പം എനിക്ക് പറയാനുള്ള, ചില വീടുകളിലെങ്കിലും ഒരുപാട് പഴയ ഫാനുകൾ അവർ നിലനിർത്തുന്നുണ്ട്. കറണ്ട് ബില്ലും അധികം വരുന്നുണ്ട്. എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത്, ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാശ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ പതിയെ നിങ്ങളുടെ ഫാന് റീപ്ലേസ് ചെയ്യുന്ന ഒരു ടൈം വരുമ്പോഴത്തേക്കും BLDC തന്നെ നിങ്ങൾ മേടിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യാനുള്ളത്, കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കാശ് ചിലവുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് പക്ഷേ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നിങ്ങൾ അതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് ലോൺ എടുത്തൊന്നും പോയി ഈ സാധനങ്ങളൊന്നും വാങ്ങാനെന്ന് ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടട്ടെ എന്നതുകൊണ്ട് തന്നെയാണ്. എന്തിനാണ് 5 സ്റ്റാർ, എന്തിനാണ് 4 സ്റ്റാർ എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് കാശ് കയ്യിലുണ്ടായിരിക്കും. 5 സ്റ്റാർ മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മിനിമം ഒരു 4 സ്റ്റാർ എങ്കിലും നിങ്ങൾ വാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കറണ്ട് കൺസപ്ഷൻ നമുക്കങ്ങനെ കുറയ്ക്കാം. അതുപോലെ തന്നെ ചില വീടുകളിലെല്ലാം കാണുന്ന ഒരു കാഴ്ചയാണ്, നിരന്തരം സർവീസ് ചെയ്ത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നിരന്തരം സർവീസ് ചെയ്യുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ജോലി അവർ ചെയ്യും. പഴയ ഉപകരണങ്ങളെ അപേക്ഷിച്ച് പുതിയ ഉപകരണങ്ങൾ ഒന്നാമത് കറണ്ട് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം രീതിയിൽ വന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ പഴയ ഉപകരണങ്ങൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, പഴയ ഉപകരണങ്ങൾ മാറ്റിയിട്ട് പുതിയ ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാം പറയണമല്ലോ. ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും 3ഉം 4ഉം ഗുഡ് നൈറ്റുകളാണ് ഓണാക്കി വെച്ചിട്ട് അവർ രാത്രി കിടന്നുറങ്ങുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളിൽ ഒരുപാട് കാശുള്ള കുടുംബമായിരിക്കും, ഒരു നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അവരെല്ലാവരും. അത്യാവശ്യം കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഒരു പെസ്റ്റ് കൺട്രോളിങ്ങിന് വിധേയമാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയും നിങ്ങൾ ചെയ്യണമെന്ന് എനിക്കൊന്നും പറയാനൊന്നുമില്ല. ലൈറ്റിനിങ്ങുമായിട്ടും കറണ്ട് ബില്ല് സേവ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാം. നിങ്ങളുടെ എയർ ഹോളെല്ലാം നിങ്ങൾക്ക് വെന്റിലേഷൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും തുറന്നിടുന്ന ജനലുകൾ എല്ലാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം തുറന്നിടുന്ന ജനലുകൾ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോസ്കിറ്റോ നെറ്റ് പോലെയുള്ള നെറ്റ് അടിക്കാം. ഡോറും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രവൃത്തി, ഈ 3ഉം 4ഉം ഗുഡ് നൈറ്റ് വെച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ആശുപത്രിയിൽ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ കരുതി വെച്ചിട്ടുള്ള ആ കാശ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഡോറുകളിൽ മോസ്കിറ്റോ നെറ്റ് കവർ പ്രൊവൈഡ് ചെയ്യുകയും അതേപോലെ അത്യാവശ്യം വേണ്ട ജനലുകളിൽ കൂടി ഇത് പ്രൊവൈഡ് ചെയ്യാം. വെന്റിലേഷൻ എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ല് സേവ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം കൂടി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ആൾക്കാർ ചോദിക്കും, 1 രൂപ പോലും കറണ്ട് ബില്ല് വരാതിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചില ആൾക്കാർ പറയും, ഞാൻ എൻ്റെ വീട്ടിലില്ല, KCBയിൽ നിന്ന് ബില്ല് ചുമ്മാ വന്നുകൊണ്ടിരിക്കുന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? KCBയിൽ നിന്ന് ബില്ല് വരും, അവിടെ ഫിക്സഡ് ചാർജ് ഉണ്ട്, മന്ത്ലി മീറ്റർ റെന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും KCB എന്നുള്ള ബില്ല് വരും. പിന്നെ നിങ്ങൾക്ക് എന്നാലും 1 രൂപ പോലും KCBക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യമില്ല. KCB അങ്ങനെ സൂക്ഷിക്കേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് അനുസരിച്ചുള്ള വൈദ്യുതിക്ക് വേണ്ടി ഒരു സോളാർ പ്ലാൻ ചെയ്യണം. അഥവാ കറണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള പ്ലാന്റാണ് നിങ്ങൾ വയ്ക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികമുള്ള കറണ്ട് KCBക്ക് തിരികെ നൽകി കാശ് വാങ്ങാവുന്നതാണ്.
എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാശൊന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏകദേശം ഒരു യൂണിറ്റിന് 3 രൂപയ്ക്കും താഴെ കിട്ടത്തുള്ളൂ. ആയതിനാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കറണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സോളാർ പ്ലാൻ ചെയ്യുകയും വിവിധ സർക്കാരുകൾ നിലവിൽ വിവിധ സബ്സിഡി സ്കീമുകൾ നൽകുന്നുണ്ട് സോളാർ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് സോളാർ വീട്ടിൽ വയ്ക്കുകയും 1 രൂപ പോലും കറണ്ട് KSEBിക്ക് അടയ്ക്കേണ്ട കാര്യമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും പതിയെ നിങ്ങൾക്ക് ഈ മുതൽ മുടക്ക് തിരികെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്ന ഒരു സംഭവം വളരെ പ്രശ്നമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ജോലിക്ക് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കാലക്രമേണ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്തിയത് കൊണ്ടാണ് ഈ വീട്ടിലെ കറണ്ട് ബില്ല് വളരെ കുറഞ്ഞു നിൽക്കുകയും അതിനുശേഷം ഒരു വാടകക്കാർ ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം കറണ്ട് ബില്ല് വളരെ കൂടുകയും ചെയ്തു. അതുമൂലം അവർ ഇറങ്ങിപ്പോവുകയും അതിനുശേഷം ഞാൻ ക്രമേണ ഇതൊന്ന് ശ്രദ്ധിച്ച് കറണ്ട് ബില്ല് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഞാൻ സാധാരണയായിട്ട് നമ്മുടെ KSEBിയുടെ കറണ്ട് ബില്ലെല്ലാം അടയ്ക്കുന്നത് നമ്മുടെ Paytm ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഈ കാണുന്നത് ഫെബ്രുവരി 23-ാം തീയതി വന്നിട്ടുള്ള ബില്ലാണ്, 642 രൂപ. അതിനുശേഷം ജാനുവരിയിലേതാണ് നിങ്ങൾ കാണേണ്ടത്. അതിനുശേഷം നവംബറിൽ തന്നെ മറ്റൊന്നും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേലിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് നല്ലത്. ഓക്കെ, 2023 ജനുവരി 17-ാം തീയതി 1562 രൂപ ഞാൻ ഫസ്റ്റ് കറണ്ട് ബില്ല് അടയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനുശേഷം മാർച്ച് 20, 2023 ഞാൻ 2040 രൂപ അടച്ചു. പിന്നെ മെയ് 2275, പിന്നെ ജൂലൈ 2640, അത് കഴിഞ്ഞ് സെപ്റ്റംബർ 580 രൂപ, അത് കഴിഞ്ഞ് നവംബർ 2023 566, അതിനുശേഷം പിന്നെ ജനുവരി 769 രൂപ, അതിനുശേഷം മാർച്ചിലെ ബില്ല് 642 രൂപ. ഇങ്ങനെയാണ് നമ്മുടെ ബില്ലിൻ്റെ കിടപ്പ്. അപ്പോൾ കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.